Next result number 5. L of e power at is equal to 1 by s minus a where s greater than a. So here f of t is equal to e power at and for all t greater than or equal to 0. Then അപ്പോൾ നമ്മുടെ ഡെഫിനിഷനിൽ എൽ ഓഫ് എഫിൻ്റെ ഡെഫിനിഷൻ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ പവർ എസ് ടി എഫ് ഓഫ് ടി ഡി ടി എന്നായിരുന്നു. അതിൽ എഫിന് പകരം ഈ റേസ് ടു എ ടിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വരുമ്പോൾ അതെന്തായിട്ട് മാറും? So this integral become integral 0 to infinity e power at into e power minus st dt എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ e power at into e power minus st അല്ലേ? അപ്പോൾ അതിന് എന്ത് എഴുതാൻ പറ്റും? e power at minus st എന്ന് എഴുതാൻ പറ്റും. സോ അതിൽ ടി കോമൺ ആണ്. കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കത് എന്ത് വരും? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ പവർ മൈനസ് എസ് മൈനസ് എ ടി ഡി ടി എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ഇൻ്റഗ്രൽ ഇ പവർ എക്സ് ഇസ് ഈക്വൽ ടു ഇ പവർ എക്സ് അല്ലേ? അതേമാതിരി തന്നെ ഇപ്പം നമ്മൾ സാധാരണ അതിനെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണ മാതിരി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇ പവർ മൈനസ് എസ് മൈനസ് എ ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ് മൈനസ് എ വിത്തിൻ ദ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. യൂസ് ഈക്വൽ ടു എസ് മൈനസ് എ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. മൈനസ് ഓഫ് എസ് മൈനസ് എ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് അത് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ മൈനസ് എസ് മൈനസ് എ എന്ന് വരുന്നത്. ഓക്കെ, നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ആദ്യത്തെ ലിമിറ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? 0 മൈനസ് മൈനസ് 1 by s മൈനസ് എ ഇൻറ്റു ഇ പവർ 0 എന്ന് വരും. ഇ പവർ 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ബാക്കി ഇവിടെ എന്തേ ഉണ്ടാവുള്ളൂ? 0 മൈനസ് മൈനസ് എന്ന് വരും. ആ മൈനസ് മൈനസ് കൂടി പ്ലസ് ആയിട്ട് 1 by s മൈനസ് എ എന്ന് എഴുതും. ഓക്കെ, അതായിരുന്നു റിസൾട്ട് നമ്പർ 5 പറയുന്നത്. ഇനി റിസൾട്ട് നമ്പർ 6, എൽ ഓഫ് സൈൻ എ ടി ഈസ് ഈക്വൽ ടു ഒരു മിനിറ്റ്, ഇതിൻ്റെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു എസ് മൈനസ് എ ആണ് എസ് ഗ്രേറ്റർ ദാൻ എ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഈക്വൽ ടു എ, എസ് ഇസ് ഈക്വൽ ടു എ ആവുന്ന കേസിൽ ഇവിടെ ഡിനോമിനേറ്റർ 0 ആവും. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അത് ഡിഫൈൻഡ് ആവില്ല. ആ നമ്പർ എന്ന് പറയുന്നത്, അതായത് 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ എസ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എനേക്കാളും തൊട്ട് മുകളിലുള്ള നമ്പറാണ് വരാൻ പാടുമെന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് എൽ ഓഫ് സൈൻ എ ടി ആണ്. എൽ ഓഫ് സൈൻ എ ടി ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഇവിടെ എഫ് ഓഫ് ടി എന്തായിരിക്കും? സൈൻ എ ടി ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അത് നമ്മൾ ഡെഫിനേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ ആൾ നോൺ നെഗറ്റീവ് വാല്യൂസ് ഓഫ് ടി എന്ന് പറഞ്ഞത്, നോൺ നെഗറ്റീവ് വാല്യൂസ് ഓഫ് ടി എന്ന് പറയുന്നതിന് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അല്ലേ? ഇനി നമുക്ക് എൽ ഓഫ് സൈൻ എ ടി, എൽ ഓഫ് സൈൻ എ ടി ഈസ് ഈക്വൽ ടു എന്താ പറയുക? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു സൈൻ എ ടി ഡി ടി എന്ന് വരും. അപ്പം നമ്മൾ ലിമിറ്റ് ഇല്ലാണ്ട് ഈ സൈൻ എ ടി ഇതിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യണം. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു സൈൻ എ ടി ഡി ടി ഇത് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് അറിയണം? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി ടി ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് തന്നെ നമ്മൾ ആ റിസൾട്ട് യൂസ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്ട് ലിമിറ്റ് ഇടാണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഇൻ്റഗ്രേഷൻ ചെയ്യുകയാണ്. അതിനുശേഷം ഫൈനലിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ലിമിറ്റ് അപ്ലൈ ചെയ്യണത്. ഓക്കെ, അപ്പം നമുക്ക് അതിവിടെ സെപ്പറേറ്റ്ലി എടുത്ത് ചെയ്യുകയാണ്. സെപ്പറേറ്റ്ലി എടുത്ത് ചെയ്യുമ്പോൾ അതവിടെ നോക്കിക്കേ, നമ്മളിവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇ പവർ മൈനസ് എസ് ടി എന്നും സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ എ ടി എന്ന് എടുക്കുകയാകുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ എ ടിൻ്റെ ഇൻ്റഗ്രൽ, സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? മൈനസ് കോസ് വരും. കോസ് എ ടി ഡിവൈഡഡ് ബൈ ഒരു എ വരും. സോ ഫസ്റ്റ് പോർഷൻ എന്തായിട്ട് മാറും? ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു മൈനസ് കോസ് എ ടി ഡിവൈഡഡ് ബൈ എ മൈനസ് ഇൻ്റഗ്രൽ നമുക്ക് എന്താ വരിക? ഡി ബൈ ഡി ടി ഓഫ് ഇ പവർ മൈനസ് എസ് ടി എന്ന് വരും. സോ ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു ഒരു മൈനസ് എസ് വരും. അതാണ് മൈനസ് എസ് ഇൻറ്റു ഇ പവർ മൈനസ് എസ് ടി എന്ന് എഴുതിയിരിക്കുന്നത്. ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ എ ടി. സൈൻ എ ടി എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ ഇവിടെ എന്തായിരുന്നു? സെയിം സംഭവം തന്നെ നമ്മൾ അവിടെ എഴുതി. മൈനസ് കോസ് എ ടി ഡിവൈഡഡ് ബൈ എ എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഇതിലൊരു മൈനസ്, ഈ ടേമിന് ഫസ്റ്റത്തെ ടേമിന് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. മൈനസ് 1 by a ഇൻറ്റു ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു കോസ് എ ടി എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ മൈനസും ഈ മൈനസും കൂടി പ്ലസ് ആവും. പിന്നെ ഇവിടെ ഉള്ള പുറത്തത്തെ മൈനസ് അങ്ങനെ തന്നെ. അപ്പോൾ മൈനസ് എടുത്തു. ദെൻ ഇവിടെയുള്ള കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? എസ് ബൈ എ എന്ന് പറയുന്നുണ്ട്. അവിടെ രണ്ടിനെയും പുറത്തേക്ക് എടുക്കുമ്പോൾ എസ് ബൈ എ ഇൻറ്റു പിന്നെ ഇവിടെ ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു
കോസ് 80 എന്ന് വരും. അതിലും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇതേമാതിരി ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അത് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇതിനെന്ത് ചെയ്യാണ്, എക്സ്പാൻഡ് ചെയ്ത് എഴുതാണ്, അല്ല വീണ്ടും ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ചെയ്ത് വരുമ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പിലെത്തും നമ്മൾ, അതായത് വീണ്ടും അറേഞ്ച് ചെയ്തിട്ട് ഒരു സ്റ്റെപ്പ് എത്താം. അപ്പോൾ അവിടെ ആ സ്റ്റെപ്പ് എത്തുമ്പോൾ നോക്കാം, നമ്മുടെ LHS നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു ഇൻ്റഗ്രൽ e⁻−st sin 80 dt എന്ന് വരും. അതുമാതിരി തന്നെ RHS ഒരു ഇൻ്റഗ്രൽ e⁻−st sin 80 dt എന്ന് വരും. LHS എന്ന് പറയുന്നതും e⁻−st × sin 80 dt എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ രണ്ട് ടേമിനെയും, അതായത് ഈ ഒരു ടേമിനെ നമ്മൾ LHS കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ LHS കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് വരും, ഇൻ്റഗ്രൽ e⁻−st sin 80 പ്ലസ് s² ഡിവൈഡഡ് ബൈ a² ഇൻറ്റു ഇൻ്റഗ്രൽ e⁻−st ഇൻറ്റു sin 80 എന്ന് വരും. അപ്പോൾ അതിൽ ഇൻ്റഗ്രൽ e⁻−st ഇൻറ്റു sin 80 കോമൺ ആണ്, അതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, 1 പ്ലസ് s² ഡിവൈഡഡ് ബൈ a² ഇൻറ്റു ഇൻ്റഗ്രൽ e⁻−st ഇൻറ്റു sin 80 dt എന്ന് വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ബാക്കി ഇവിടെ ഉണ്ടായിരുന്ന ടേംസ് അതേമാതിരി തന്നെ എഴുതുകയാണ് നമ്മൾ. e⁻−st ഇതിൽ നിന്ന് ഈ രണ്ട് ടേമിൽ നിന്ന് ഒരു e⁻−st കോമൺ ആയിട്ട് എടുത്തു. ദെൻ നമ്മൾ ഡിവൈഡഡ് ബൈ ഒരു a² എടുക്കുകയാണ്. ഇപ്പം എല്ലാത്തിൽ നിന്നും ഒരു a² എടുക്കുമ്പോൾ ഈ ഒരു ടേമിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഡിവൈഡഡ് ബൈ എയും ഒരു മൾട്ടിപ്ലൈഡ് ബൈ ഒരു എയും ചെയ്യണം. ഓക്കെ, അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഫസ്റ്റത്തെ ടേമിൽ നിന്ന് ഒരു a² പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ a² പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഈ ടേം എന്തായിട്ട് മാറും, a cos 80 പ്ലസ് ഇവിടെ ബാക്കിയുള്ളത് s sin 80 എന്ന് പറയുന്ന ഫോമിൽ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇൻ്റഗ്രൽ ഇതായിരുന്നു നമുക്ക് ഓൾറെഡി ആദ്യം മുതലേ കണ്ടുപിടിക്കാനായിരുന്നത്. സോ ഇൻ്റഗ്രൽ e⁻−st ഇൻറ്റു sin 80 dt ഈസ് ഈക്വൽ ടു ദിസ് ടേം ഡിവൈഡഡ് ബൈ ദിസ് ടേം എന്ന് വരും. ഓക്കെ, അപ്പോൾ ഡിവൈഡഡ് ബൈ ദിസ് ടേം എന്ന് പറയുമ്പോൾ ഇതിനെ ഇവിടുന്ന് തന്നെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി. അപ്പോൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, a² പ്ലസ് s² ഡിവൈഡഡ് ബൈ a² കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ദിസ് ടേം ഡിവൈഡഡ് ബൈ ഇങ്ങനെയായിരിക്കും വരിക, s² പ്ലസ് a² വോൾ ഡിവൈഡഡ് ബൈ a² എന്ന് വരും. അപ്പോൾ ഈ a² എന്ന് പറയുന്നത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈഡ് ബൈ a² എന്നാവും. ദെൻ ഓൾറെഡി ഇവിടെയുള്ള ഈ a² ഉണ്ടല്ലോ, ഡിനോമിനേറ്ററിലുള്ള ഈ ഒരു a² അതുകൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ടാണ് ഈ ഒരു ഫോമിൽ വരുന്നത്. എന്താ വരുന്നത്, ഇൻ്റഗ്രൽ e⁻−st ഇൻറ്റു sin 80 dt ഈസ് ഈക്വൽ ടു ദിസ് ടേം എന്ന് വരും, ഈ ലാസ്റ്റത്തെ ടേം എന്ന് വരും. ഇനി നമുക്ക് ഇതാണോ കണ്ടുപിടിക്കാനുള്ളത്, അല്ല. അതായത് എല്ലാ sin 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലിമിറ്റ് കൂടി ഉണ്ട് അല്ലേ, എവിടെ മുതൽ എവിടെ വരെ, 0 to ∞ വരെ. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുകയാണ്, എന്നിട്ട് നമ്മൾ എഴുതും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഇതായിരുന്നു നമ്മൾക്ക് വരുന്നത് അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ഈ ടിക്കാണ് നമ്മൾ എന്ത് കൊടുക്കണേ, ഇൻഫിനിറ്റി കൊടുക്കണേ. ഇവിടെ e⁻−∞ ഈ മൈനസ് ഇവിടെ ഉണ്ട് കേട്ടോ, ഒരു -st ഉണ്ട്, e⁻−st ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് e⁻−∞ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഈ മൊത്തത്തിലുള്ള ടേം എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ടേം 0 ആയിരിക്കും. ദെൻ മൈനസ് വീണ്ടും നമ്മൾ 0 കൊടുക്കുക. അപ്പോൾ e⁻0 എന്ന് -e⁻0 എന്ന് വരും. അപ്പോൾ അതെന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. ദെൻ നമ്മൾ പിന്നെ എവിടേക്ക് വാല്യൂ കൊടുക്കുന്നത്, 0 എന്ന് പറയുന്നത് കോസ്, അതായത് ഇവിടെ വാല്യൂ കൊടുക്കും അല്ലേ, a ഇൻറ്റു cos 0 എന്ന് പറയുമ്പോൾ എന്ത് വരും, 1 വരും. സോ a ഇൻറ്റു 1 വരും. സോ ഫസ്റ്റത്തെ ടേം a ആയിട്ട് മാറും. sin 0 എന്താണ്, 0 ആണ്. അപ്പോൾ ആ ടേം ക്യാൻസൽ ചെയ്ത് പോവും. ദെൻ ഡിവൈഡഡ് ബൈ s² പ്ലസ് a² എന്ന് വരും. ഓക്കെ, ദെൻ ഈ മൈനസ് കൂടി പോസിറ്റീവായിട്ട് നമുക്ക് എന്ത് കിട്ടും, a/s² പ്ലസ് a² എന്ന് വരും. ഓക്കെ, അതായിരുന്നു എല്ലാ sin 80 കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒന്നുകൂടി വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം. എല്ലാ sin 80 ആയിരുന്നു നമുക്ക് കാണാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇൻ്റഗ്രൽ 0 to ∞ e⁻−st ഇൻറ്റു sin 80 dt ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ലിമിറ്റ് ഇല്ലാതെ ഈ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക. അതിങ്ങനെ ചെയ്ത് വരുമ്പോൾ
നമുക്ക് ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഇവിടെയും ഒരു മൈനസ് സൈൻ ഇട്ടിയും ഈ സൈഡിലുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഉള്ള ടേമിനെ നമ്മൾ എന്ത് കൊണ്ടുവരാം, LHSലോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ആ ടേമിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് നിർത്തിയിട്ട് അതേ ഈക്വൽ ടു എന്ന് എഴുതി വയ്ക്കുക. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്ത് ചെയ്യുക, വിത്തിൻ ദ ലിമിറ്റ് കൊടുക്കുക 0 to ∞. അപ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. ഓക്കെ, അതേമാതിരി തന്നെയാണ് റിസൾട്ട് 7ഉം. അതായത് നമ്മൾ e⁻−st ഇൻറ്റു sin AT പകരം cos AT എന്ന് പറയുന്നത് ഇതേമാതിരി നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ cos AT is equal to s divided by s square plus a square എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മളോട് അടുത്തൊരു റിമാർക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിട്ട് ഒരു കാര്യം എന്താ പഠിച്ച റിസൾട്ടായിരുന്നു നമ്മുടെ റിസൾട്ട് നമ്പർ 5. L of e⁻AT is equal to 1/s - a എന്ന് പറയുന്നത് ഈ റിസൾട്ട് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറിനും ട്രൂ ആണ് എന്ന് പറയുന്നുണ്ട്. എന്താ അപ്പോൾ കോംപ്ലക്സ് നമ്പറിന് ട്രൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L of e⁻IAT എന്നാണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 1/s - IA എന്ന് നമുക്ക് എഴുതാം എന്നാണ് റിമാർക്ക് പറയുന്നത്. ഓക്കെ, എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. L of e⁻AT അതായത് L of e⁻IAT is equal to 1/s - IA എന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇത് വെച്ചിട്ട് L of e⁻IAT is equal to 1/s - IA ഈ ഒരു റിസൾട്ടിൽ നിന്ന് നമുക്ക് L of sin ATയും L of cos ATൻ്റെയും എന്താ പറയുക ഇപ്പം നമ്മൾ മുന്നേ പഠിച്ച റിസൾട്ട് ഉണ്ടല്ലോ ആ റിസൾട്ട് പ്രൂവ് ചെയ്തെടുക്കാം എന്നാണ് നമുക്ക് ഇനി റിമാർക്ക് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 1/s - a ആയിരുന്നു പറഞ്ഞെടുത്തിട്ടുണ്ട്, 1/s - IA ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മളിനി എന്താ ചെയ്യാണ്, ഈ ഇക്വേഷൻ്റെ ബോത്ത് സൈഡ്സ് അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും s+ia കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ s+ia കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും, മുകളിൽ s+ia ഡിവൈഡഡ് ബൈ s - ia ഇൻറ്റു s+ia എന്ന് വരും അല്ലേ. ഇന്നിപ്പോൾ അത് ഏത് ഫോമിലാണ്, a - b ഇൻറ്റു a+b എന്നുള്ള ഫോമിൽ. അപ്പോൾ a² - b² എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ എ എന്തായിരുന്നു, s² - b എന്ന് പറയുന്നത് IA² ആയിരുന്നു. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ I² എന്ന് പറയുമ്പോൾ ഒരു -1 വരും. ആ -1 ഈ -1 കൂടി പ്ലസ് ആയിട്ട് ഇത് എന്തായിട്ട് മാറും, s² + a² എന്നുമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്ത് കിട്ടി, s+ia ഡിവൈഡഡ് ബൈ s² + a² എന്ന് കിട്ടി. അതിനെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാണ്, s/s² + a² + i ഇൻറ്റു a/s² + a² എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ല, s divided by this term plus i into a divided by this term എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അത്രയും എഴുതി വെച്ചിട്ട് നമ്മൾ അവിടെ നിർത്തുകയാണ്. അതിന് ഇക്വേഷൻ നമ്പർ 1 നിർത്തി. നമ്മൾ എന്താ ചെയ്യാൻ പോണേ, ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ L of sin ATയും L of cos ATൻ്റെയും വാല്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അറിയുന്ന ഒരു റിസൾട്ടാണ് e⁻IAT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, cos AT plus i sin AT എന്നാണ്. എന്താണ്, e⁻IAT is equal to cos AT plus i sin AT ആണ്. ഓക്കെ, ഇനി ഇതിപ്പോൾ നമ്മൾ ഏതാ പഠിച്ചത്, അതായത് മുന്നേ പഠിച്ച ആ റിസൾട്ട് L of e⁻AT is equal to 1/s - a എന്ന് പറയുന്നത് is also true for complex number എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു റിസൾട്ട് പറഞ്ഞത് അല്ലേ. അപ്പോൾ അതേമാതിരി നമുക്ക് ഇനി ഇത് L of e⁻IAT എന്ന് പറയുന്നത് നമുക്ക് സാധാരണ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാറ്, ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അല്ലേ, ആ ഡെഫിനിഷനിൽ പറയുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാറ്. അപ്പോൾ അത് വെച്ചിട്ട് പറയുമ്പോൾ ഇൻ്റഗ്രൽ 0 to ∞ e⁻−st ഇൻറ്റു e⁻IAT dt എന്നാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ ആ റിസൾട്ടിൽ നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ഈ e⁻IATക്ക് പകരം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ള cos AT + sin AT ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ അത് എന്തായിട്ട് മാറും, ഇൻ്റഗ്രൽ 0 to ∞ e⁻−st ഇൻറ്റു cos AT + i sin AT dt എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് എന്തായിട്ട് മാറി, ഇൻ്റഗ്രൽ 0 to ∞ e⁻−st ഇൻറ്റു cos AT + i ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ∞ e⁻−sd ഇൻറ്റു sin AT. ഒന്നുമില്ല, നമ്മൾ ഈ പവർ എടുത്തുകൊണ്ട് ഈ ഒരു ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഇൻ്റഗ്രലിനെ ഈ ഒരു ടേമിന് കൊടുത്തു, അതേമാതിരി തന്നെ ഇൻ്റഗ്രലിന് ഈ ഒരു ടേമിനും കൊടുത്തു. i കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിനെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഈ ഒരു കാര്യം നോക്കിക്കേ, എന്താണ് ഇൻ്റഗ്രൽ 0 to ∞ e⁻−st ഇൻറ്റു cos AT dt. ഇത് എന്തിൻ്റെ ഡെഫിനിഷൻ, അങ്ങനെ പറഞ്ഞത് എന്താണ്, ഇവിടുത്തെ f of t അല്ലേ, e⁻−st ഇൻറ്റു f of t dt എന്ന് പറയുന്ന ഫോമിലാണ്. f of t എന്തായിരുന്നു, cos AT ആയിരുന്നു.
എഫ് ഓഫ് ടി കോസ് എ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക, അത് എൽ ഓഫ് കോസ് എ ടി എന്ന് പറയുന്നത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ. അതായത് ഇത് എൽ ഓഫ് കോസ് എ ടീനെ നമ്മൾ എന്ത് ചെയ്തതായിരുന്നു, ഡെഫിനിഷൻ കൊടുക്കുമ്പോഴാണ്. സോ അതിനെന്ത് എഴുതി, കറസ്പോണ്ടിങ് ആയിട്ട് എൽ ഓഫ് കോസ് എ ടി എന്ന് എഴുതി. ഇവിടെ ഐ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e പവർ മൈനസ് എസ് ടി ഇൻറ്റു സൈൻ എ ടി ഡി ടി എന്നുണ്ടായിരുന്നു അല്ലേ. അപ്പം ആ ഒരു സംഭവത്തിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഐ ഇൻറ്റു എൽ ഓഫ് സൈൻ എ ടി എന്ന് പറയാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്തായിരുന്നു, എൽ ഓഫ് ഇ പവർ ഐ എ ടി ഇസ് ഈക്വൽ ടു എൽ ഓഫ് കോസ് എ ടി പ്ലസ് എൽ ഓഫ് സൈൻ എ ടി എന്ന് കിട്ടി. അതേമാതിരി തന്നെ ഇ പവർ ഐ എ ടി ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ എന്തും കിട്ടിയിട്ടുണ്ട്, എസ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നും പ്ലസ് ഐ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിക്കേ, ഇത് രണ്ടും ഈക്വൽ അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്താ ഇതേ ഈസ് ഈക്വൽ ടു ദിസ് ടേം എന്ന് എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കൂടി കമ്പയർ ചെയ്യുക. അപ്പോൾ എന്താ പറയുക, ദിസ് ടേം, ഇവിടുത്തെ റിയൽ പാർട്ട് ഏതാണ്, ദിസ് ടേം എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, എൽ ഓഫ് സൈൻ എ ടി ആയിരിക്കും, എൽ ഓഫ് കോസ് എ ടി ആയിരിക്കും. അതേമാതിരി തന്നെ ഐൻ്റെ ഇമാജിനറി ടേമിൻ്റെ ഇത് എന്ന് വരുമ്പോൾ ദിസും ഇതുകൂടി നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എൽ ഓഫ് സൈൻ എ ടി ഇസ് ഈക്വൽ ടു നമ്മൾ എന്തിൻ്റെ പഠിച്ചിട്ടുണ്ടായിരുന്നത്, എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമുക്കിവിടെ റിസൾട്ട് കിട്ടിയത്, എൽ ഓഫ് സൈൻ എ ടി ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടി. എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടി. എൽ ഓഫ് കോസ് എ ടി ഇസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൽ ഓഫ് കോസ് എ ടി എന്ന് പറയുന്നതും എൽ ഓഫ് സൈൻ എ ടി എന്ന് പറയുന്നതും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് വെച്ചിട്ട് പഠിച്ചു വയ്ക്കുക അല്ലേ. എൽ ഓഫ് കോസ് എ ടി ഇസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആൻഡ് എൽ ഓഫ് സൈൻ എ ടി ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഹൈപ്പർബോളിക് ഫംഗ്ഷൻസിനുള്ള ഡെഫിനിഷൻ പറയുകയാണ്. റിസൾട്ട് 8 എന്ന് പറയുന്നത് അങ്ങനെയാണ്, എൽ ഓഫ് സൈൻ എ ടി ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്, വേർ എസ് ഗ്രേറ്റർ ദാൻ മോഡ് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ കണ്ടീഷൻ തരുന്നത് നമുക്ക് ഡിനോമിനേറ്റർ 0 ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, സൈൻ എച്ച് എ ടി. ഓക്കെ, ഇവിടെ എന്താണ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് സൈൻ എച്ച് എ ടി. അപ്പോൾ എൽ ഓഫ് സൈൻ എച്ച് എ ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഡെഫിനിഷനിൽ കൊടുക്കുക. എന്താ ഡെഫിനിഷനിൽ കൊടുക്കുമ്പോൾ വരിക, ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു സൈൻ എച്ച് എ ടി ഡി ടി എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചൊരു റിസൾട്ടാണ് സൈൻ എച്ച് എ ടി എന്ന് പറയുന്നതിന് നമുക്ക് എന്താണ്, ഇ പവർ എ ടി മൈനസ് ഇ പവർ മൈനസ് എ ടി ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാൻ പറ്റും. എന്തെഴുതാൻ പറ്റും, അതായത് സൈൻ എച്ച് എ ടി എന്ന് പറയുന്നതിൻ്റെ റിസൾട്ടാണ് ഇ പവർ എ ടി മൈനസ് ഇ പവർ മൈനസ് എ ടി ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ഇവിടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ 1/2 കോമൺ അല്ലേ. അപ്പോൾ 1/2 കോൺസ്റ്റൻ്റ് ആണ്. സോ 1/2 ഇൻറ്റഗ്രലിന് പുറത്തേക്ക് എടുത്തു. സോ 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ ദെൻ ഇ പവർ മൈനസ് എസ് ടി കൊണ്ട് ഫസ്റ്റ് ടേമിന് മൾട്ടിപ്ലൈ ചെയ്തു. അതേമാതിരി തന്നെ ഇ പവർ മൈനസ് എസ് ടീനെ സെക്കൻഡ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. അങ്ങനെ വന്നപ്പോൾ ഇവിടെ എന്ത്, ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു ഇ പവർ എ ടി മൈനസ് ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു ഇ പവർ മൈനസ് എ ടി എന്ന് എഴുതി. ഓക്കെ, ഇനി ഇത് എന്ത് ചെയ്യാം, ഇതിൻ്റെ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് എഴുതാം. അങ്ങനെ ആഡ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും, 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ പവർ മൈനസ് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു ടി മൈനസ് ഇ പവർ മൈനസ് ഓഫ് എസ് പ്ലസ് എ ഇൻറ്റു ടി എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക, സാധാരണ ഇൻറ്റഗ്രേറ്റ് ചെയ്യണ മാതിരി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതേ ഫോമിൽ കിട്ടും. അതിനുശേഷം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ടേമിൽ മൈനസ് ഇൻഫിനിറ്റി അല്ലേ, ഇവിടെ എന്ന് പറയുന്നത് ഇ പവർ മൈനസ് ഇൻഫിനിറ്റി വരും. അതിലെ മാതിരി ഇതിലും മൈനസ് ഇൻഫിനിറ്റി വരും. അപ്പോൾ രണ്ടും 0 ആയിട്ട് പോകും. മൈനസ് പിന്നെ നമുക്ക് ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് ഇ പവർ 0 പറയുമ്പോൾ 1 ആയിരിക്കും ഇവിടെ അല്ലേ. അപ്പോൾ 1 മൈനസ് എസ് മൈനസ് എ എന്ന് വരും. ദെൻ ഇവിടത്തെ ഈ മൈനസ് കൂടി എന്തായിട്ട് മാറും, പ്ലസ് വരും. പിന്നെ ഇ റേസ് ടു മൈനസ് 0 എന്ന് പറയുന്നത് 1. സോ 1/s പ്ലസ് എ എന്ന് വരും. സോ അതായിരുന്നു ഇവിടെ ഉള്ളത്. മൈനസ് ഓഫ് ബ്രാക്കറ്റിൽ മൈനസ് 1/s മൈനസ് എ പ്ലസ് 1/s മൈനസ് എസ് പ്ലസ് എ എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനസ് ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ 1/s മൈനസ് എ പ്ലസ് എന്ത് വരും, പ്ലസ് അല്ല 1/s മൈനസ് എ മൈനസ് 1/s പ്ലസ് എ എന്ന് വരും. ഇനി നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/s മൈനസ് എ പ്ലസ്
1 / പ്ലസ് അല്ല മൈനസ്. ഓക്കെ, ഇനി നമ്മളിതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? എസ് പ്ലസ് എ മൈനസ് എസ് മൈനസ് എ ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് പ്ലസ് എ എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ എസും മൈനസ് എസ് കൂടെയും ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ എയും മൈനസ് ഓഫ് മൈനസ് എ എന്ന് പറയുന്നത് പ്ലസ്, അപ്പോൾ 2a എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 2 മുകളിൽ നമുക്കൊരു 2a എന്ന് വരും. ഓൾ ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ഇൻറ്റു എസ് പ്ലസ് എ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതിന് നമ്മൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നല്ല എഴുതാറ്. ഇപ്പോൾ ഇവിടെ എ ബി എന്താണ്, അത് വെച്ചിട്ട് ആ റിസൾട്ട് വയ്ക്കുമ്പോൾ നമുക്കിത് എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വരും. ദെൻ നമ്മുടെ ഇവിടെ പുറത്തൊരു 1/2 ഉണ്ടായിരുന്നു, ആ 2ഉം 2 കൂടെയും ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയാണ് നമുക്കിവിടെ എന്ത് കിട്ടുന്നത്? എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത റിസൾട്ടാണ് പറയണത് എൽ ഓഫ് cos HAT ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വേർ എസ് ഗ്രേറ്റർ ദാൻ മോഡ് എ. ഇത് എഴുതുമ്പോൾ എപ്പോഴും ഈ വേർ എസ് ഗ്രേറ്റർ ദാൻ മോഡ് എ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ എഴുതണം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡിഫൈൻ ചെയ്യുന്നത്, അതായത് എൽ ഓഫ് കോസ് എച്ച് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് ശരിയാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പം ഇത് എങ്ങനെയാണ് പ്രൂഫ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല. ഞാൻ കോസ് HATക്കുള്ള ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്കിവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് കോസ് HAT എന്നാണ്. അപ്പം നമ്മൾ എൽ ഓഫ് കോസ് HAT കാണാൻ വേണ്ടിയിട്ട് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു കോസ് HAT DT എന്ന് എഴുതാം. ഈ കോസ് HATൻ്റെ റിസൾട്ടാണ് ഇ പവർ AT പ്ലസ് ഇ പവർ മൈനസ് AT ഡിവൈഡഡ് ബൈ എ. എന്താണ് ഇ പവർ AT പ്ലസ് ഇ പവർ മൈനസ് AT ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്ത മാതിരി 1/2 പുറത്തേക്ക് എടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതേമാതിരി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ദെൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. എന്നിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൽ ഓഫ് കോസ് HAT ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരുപാട് പോർഷനിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ. ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, ഇവിടെ അല്ലായിരുന്നു, ഈ ഒരു സൈനിൻ്റെ കേസ് പറഞ്ഞ സമയത്ത് നമ്മളിവിടെ അങ്ങനെ ഒരു സംശയം വരാൻ സാധ്യത ഉണ്ടായിരിക്കും. ഇ പവർ മൈനസ് എസ് ടി, ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു പറഞ്ഞല്ലേ. അപ്പം മൈനസ് ഓഫ് ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു എ കോസ് എ ടി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇ പവർ മൈനസ് ഇൻഫിനിറ്റി ഇൻറ്റു എ കോസ് ഇൻഫിനിറ്റി എന്ന് വരും അല്ലേ. അപ്പോൾ അവിടെ ഫസ്റ്റ് എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ എന്ന് പറയുന്നതാണ് 0 അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? അത് ആ ഒരു ടേം എന്ന് പറയുന്നത് 0 ആക്കിയിട്ട് എടുത്തത്. മനസ്സിലാവല്ലേ? അതായത് അത് ടി ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ഇ പവർ മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് വിൽ അപ്രോച്ചസ് ടു 0 എന്നാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ.